കേന്ദ്ര സർക്കാരിനെതിരെ കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രമേയം. ആശാ വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും വേതനം വർദ്ധിപ്പിക്കണമെന്നുമാണ് ഭരണസമിതിയുടെ പ്രമേയം. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ഷഹദെ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്? കൃത്യന അല്പസമയം മുൻപാണ് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ അവസാനിച്ചത്. ഈ കൗൺസിൽ യോഗത്തിലാണ് പ്രധാനമായിട്ടും ആശാ വർക്കർമാരെ കേന്ദ്ര സർക്കാരിനെതിരെ കോഴിക്കോട് കോർപ്പറേഷൻ വന്നിട്ടുള്ളത്. കൗൺസിൽ യോഗത്തിൽ ഭരണസമിതിയാണ് പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നൊരാവശ്യമാണ് പ്രധാനമായിട്ടും കൗൺസിലിൽ ഭരണപക്ഷത്തെ കൗൺസിലർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രമേയത്തിൽ ഭേദഗതി വരുത്തണം എന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കേന്ദ്ര സർക്കാരിനോട് മാത്രമല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിനോടും ആശാ വർക്കർമാരെ പരിഗണിക്കണം എന്നൊരു ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. എന്നാൽ അതിനെതിരെ ഭരണകക്ഷി അംഗങ്ങൾ രംഗത്ത് വന്നു. സംസ്ഥാന സർക്കാർ ആശാ വർക്കർമാരോട് അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ആ ആവശ്യത്തെ പൂർണ്ണമായിട്ടും തള്ളുകയായിരുന്നു ഭരണപക്ഷം എന്നുള്ളതാണ്. അവസാനം പ്രമേയം വോട്ടിനിട്ട് പാസ്സാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇതിൽ പ്രതിഷേധിച്ച് കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.